അച്ചായൻ എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ വാലേ തൂങ്ങി നടക്കുന്നവനാണ്, അല്ലെങ്കിൽ തൊപ്പി വന്നിട്ട് പരിചയപ്പെടുത്തിയ ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെ സ്ട്രഗിൾ ചെയ്തതെന്നുള്ളത് എനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് തൊപ്പി? തൊപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്താണ് ശരി? തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ കാണുന്നവർക്കൊരു പൊട്ടനും പോയെന്നൊക്കെയാണ്. കേരളീയരുടെ ആണെങ്കിലും മതപരമായിട്ടുള്ള പല പല കൾച്ചറും കൊണ്ടുവന്നിട്ട് അത് വൾഗറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പറയുന്നത് കാഴ്ചപ്പാടെന്ന് മാറ്റിയ തീരാവുന്ന പ്രശ്നമുള്ളത്. എനിക്ക് പറയാനുള്ള കമന്റ് അതാണ്. പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലേ അത്? ഇവന്റെ ഒരു മെസ്സേജ് കൊണ്ട് തീർന്നു പോണ പിള്ളേരാണോ ഇപ്പോൾ ഉള്ളത്? ഒരു കുട്ടീനെ നമ്മൾ ഇരുത്തിയിട്ട് അത് കാണിപ്പിക്കും. ഈ പറയുന്ന തെറികളും എല്ലാ കാര്യവും നമ്മൾ കാണിപ്പിക്കും. ലൈഫിൽ കുറെ തേപ്പ് കിട്ടിയിട്ടുള്ള ആളാണ്. തേപ്പിന് ഞാൻ ബെസ്റ്റാ. തേക്കപ്പെടാനോ തേക്കാനോ? അല്ലല്ല, തേക്കാനുള്ള മാനസികാവസ്ഥ നമുക്കില്ല കേട്ടോ. നമ്മുടെയൊക്കെ ഒരു ശരീരശാസ്ത്രം വെച്ചിട്ട് തേപ്പ് കിട്ടാൻ. അമ്മ സത്യം പറഞ്ഞ അമ്മയുടെ മനസ്സിൽ അമ്മ ഹാപ്പി ആയിരിക്കും ഇപ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ മുമ്പിൽ അഭിനയിക്കുന്നുണ്ടോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അമ്മ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുക. അച്ഛനറിയോ? അച്ഛാ, ഈ മാല അടിപൊളിയായിട്ടുണ്ടല്ലോ. തൊപ്പിയുടെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു മാല ഉണ്ടായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ അവൻ്റെയും ബോണ്ടാണ്. അതായത് അവൻ എനിക്ക് തന്ന ഗിഫ്റ്റാണ്, ഫസ്റ്റ് ഗിഫ്റ്റ്. എൻ്റെ മരണം നടക്കുന്ന സമയത്ത് ഇതെൻ്റെ കഴുത്തിലുണ്ടായിരിക്കണം. അച്ഛായിരുന്നു ഞങ്ങളൊരു സർപ്രൈസ് വെച്ചത്. ഞങ്ങളൊരാളവിടെ കൊടുത്തിട്ടുണ്ട്. ആരാന്ന് എനിക്ക് മനസ്സിലായി. ആരാ? നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ചായ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പലരുടെയും മനസ്സിലൊരു രൂപം വന്നിട്ടുണ്ടാവും. അദ്ദേഹം തന്നെയാണ് നമ്മുടെ യൂട്യൂബർ തൊപ്പിയുടെ കൂടെയൊക്കെ ഇടങ്കയും വലങ്കയായിട്ട് നമ്മുടെ എപ്പോഴും കൂടെയുള്ള ഒരാളാണ്. പലർക്കും സംശയമുണ്ട്, അച്ചായൻ ആര്, എവിടെ നിന്ന് വന്നു, ഇത് എന്താണ് സംഭവം? പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതിന്റെ എല്ലാത്തിനും ഉത്തരം നമുക്ക് ഇപ്പൊ തന്നെ ചോദിക്കാം. അച്ചായ നമസ്കാരം. നമസ്കാരം. എന്തായാലും സോജൻ വർഗീസ്, ഇതാണ് ശരിക്കും പേര്. സോജൻ വർഗീസ് ഏഞ്ചൽ. സോജൻ വർഗീസ് ഏഞ്ചൽ. കൂടെ ഒരു മാലാഖയുണ്ട്. അപ്പോ അച്ചായ, ഇത് തന്നെയാണ് എന്റെ ചോദ്യം. അച്ചായൻ ആരാണ്, എന്താണ്, എവിടെയാണ് സ്ഥലം? ആക്ച്വലി ഞാൻ ജനിച്ചു വളർന്നതൊക്കെ പഠിച്ചതൊക്കെ ചേർത്തലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ. പിന്നീട് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് ഇന്ത്യയുടെ അതായത് കേരളത്തിന് വെളിയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് അപ്പനും അമ്മയും കൂടി വയനാട്ടിലേക്ക് ഒന്ന് സ്ഥലം മാറി. പിന്നെ വയനാടുകാരൻ എന്നുള്ളൊരു പേരായി. തിരിച്ചു വയനാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നു. ഓക്കെ. അപ്പൊ ഞാൻ എറണാകുളത്ത് വൈറ്റിലാണ് സെറ്റിൽ. വൈറ്റിലാണ്. ഈ കേന്ദ്ര ഗവൺമെന്റ് എംപ്ലോയി. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? അത് പോലീസായിരുന്നു. എന്റെ പൊന്നെ, പോലീസായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എവിടെയൊക്കെയായിരുന്നു? ഏത് എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ബംഗാളിലായിരുന്നു. 3-4 വർഷം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആസാം, പിന്നെ ഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സിലായിരുന്നു. പിന്നെ അവിടുന്ന് ഹൈദരാബാദ്, പിന്നെ ചെന്നൈ ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ടാണ് സിനിമക്കാരുമായിട്ടുള്ള കൂടുതൽ ബന്ധങ്ങളായത്. അപ്പൊ ഞാൻ സിനിമയിൽ എന്തൊക്കെയോ ആയി തീരും എന്നുള്ള ശരിയായ ധാരണ തെറ്റിപ്പോയത് കൊണ്ട് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കണുള്ളൂ. അങ്ങനെ ഒരു സിനിമയിൽ എന്നെ സെലക്ട് ചെയ്തു. അവര് തിരക്കഥയൊക്കെ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തിരക്കഥയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനിത് പോയി ഡയറക്ടറോട് പറഞ്ഞപ്പോ ഡയറക്ടർ പറഞ്ഞു, നീങ്ക കമല இல்ல ரஜினியா முதல்ல வந்து இந்த மாதிரி எல்லாம் கேட்கறதுக்கு அதெல்லாம் அப்புறமா தர நீ போதும் சொல்லிட்டு அனுப்பிட்டேன். അങ്ങനെ പറഞ്ഞ് എന്നെ തിരിച്ചു വിട്ടു. അന്ന് ഞാൻ റിയലൈസ് ചെയ്തു, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത്, ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അങ്ങനെ വേണം അല്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ കുറച്ചും കൂടി കുറച്ചും കൂടി രസകരമായിട്ട് പറയണെങ്കിൽ കഷ്ടപ്പെട്ട ജോലി കളഞ്ഞു ഇഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ട്. ഓക്കെ. ശരിക്ക് ജോലി കളഞ്ഞു തന്നെയാണോ സിനിമയ്ക്ക് വേണ്ടി? തീർച്ചയായിട്ടും. പോലീസിലായിരിക്കുമ്പോ അത് വേണ്ടെന്ന് വെച്ച് സിനിമയിലേക്ക് അങ്ങ് ഇറങ്ങി തിരിച്ചു. എന്നിട്ട് ചൈപ്പ് എന്താ തോന്നണ അച്ഛനെ? ഇറങ്ങിയത് നല്ലതിനായിരുന്നു. സിനിമയിലേക്ക് ഇറങ്ങി തിരിക്കാന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞ വലിയൊരു കടലിലേക്ക് നീന്താൻ അറിയാവുന്ന, നമ്മൾ ചെറിയ കുളങ്ങളിലൊക്കെ നീന്തിക്കൊണ്ടിരിക്കുന്ന ആള് എടുത്തു ചാടുന്ന പോലെയാ. കുറച്ചങ്ങ് നീന്തി കഴിഞ്ഞിട്ട് കര കാണാണ്ട് കഷ്ടപ്പെട്ട് മുങ്ങി താന്ന് പോയി കിടന്നപ്പോ നമ്മുടെ തൊപ്പി ആശാൻ ഒരു ചെറിയ ചങ്ങാടായിട്ട് വന്നു, ഒരു കയറിട്ട് വന്നിട്ട് ഇപ്പൊ അതിൽ പിടിച്ച് ഇങ്ങനെ നടക്കുക. അതിലേക്കാണ് നേരെ കയറിയേക്കുന്നത്. പല ആൾക്കാരും ഇപ്പം കമന്റിൽ പറയുന്നുണ്ട്, ഒത്തിരി കമന്റ്സ് അങ്ങനെ വരണുണ്ട്. അച്ചായൻ എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ വാലേ തൂങ്ങി നടക്കുന്നവനാണ്, അല്ലെ തൊപ്പി വന്നിട്ട് കൊണ്ടുവന്ന് തന്ന പരിചയപ്പെടുത്തിയ ഒരാളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെ സ്ട്രഗിൾ ചെയ്തതെന്നുള്ളത് എനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ലക്കും ദൈവാധീനം കൂടി കൂടിയപ്പോഴത്തേക്കാണ് ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഇങ്ങോട്ട് ആൾക്കാർ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. അല്ല, അത് തികച്ചും അവൻ എനിക്ക് തന്ന ഒരു സപ്പോർട്ടാണ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അതിന് സ്റ്റേജ് കിട്ടണം. അതെ അതെ. ശരിക്കും ഇപ്പൊ അത് മാത്രമല്ല, അച്ഛൻ അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഈ
ലിറിക്സ് എഴുതുന്നുണ്ട്, പാടണുണ്ട്. പാട്ട് പാടുവോ? പാടണുണ്ട്. പിന്നെ അപ്പൊ നമുക്ക് എന്തൊക്കെ ഒരു മിനിറ്റ് നമുക്ക് അപ്പൊ അച്ചായന്റെ ഒരു പാർട്ടി നമ്മുടെ പ്രോഗ്രാം അങ്ങനെ ആരംഭിക്കാം. പാട്ടൊക്കെ ഇത് പാടി ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. കാര്യം ഞാൻ തന്നെ സംഗീതം ചെയ്തൊരു പാട്ട് ഇപ്പൊ വെച്ചിട്ടുണ്ട്. ഒരേ ഒരു പാട്ട് എഴുതി വെച്ചിരിക്കണം. ഓക്കെ. പിന്നെ ആ പാട്ട് ഇപ്പൊ പാടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? പാടാം, നമുക്ക് പാടാം. അത് പല സ്ഥലങ്ങളിൽ ഞാനിത് പാടിയതുകൊണ്ട് ആൾക്കാർ കേൾക്കുമ്പോൾ ഇവൻ ഇത് തന്നെ പണിയെന്ന് പറയും. അതുകൊണ്ട് നമുക്ക് പിന്നത്തേക്ക് മാറ്റിക്കാം. ഇന്ന് പാടാം, നമുക്ക് കുറച്ചൊക്കെ നീങ്ങിയിട്ട് പാടാം അല്ലേ? ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വിശ്വ എന്ന് പറഞ്ഞിട്ടൊരു റാപ്പർ, പാവം, അവൻ റാപ്പർ ആകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പല പാട്ടുകളും പലർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പാവത്തിനെ കുറെ തേച്ചൊട്ടിക്കുന്നുണ്ട് കമന്റ്സിലൂടെ. പക്ഷെ ഞാൻ അവന്റെ, അതായത് ഇപ്പോ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഈ റാപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ കയറി വന്നോണ്ടിരിക്കണോണ്ട് അതിന്റെ ഒരു കാലഘട്ടം പുഷ്പിച്ച് വരാൻ പോകുന്നതേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ എല്ലാവരും ഇവനെ അംഗീകരിക്കും. ആ ഒരു ദീർഘവീക്ഷണം വെച്ചിട്ടാണ് ഞാൻ ഇവന്റെ കൂട്ടത്തിൽ ഇപ്പൊ സപ്പോർട്ടായിട്ട് നിൽക്കണം. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, അച്ചായൻ എന്തിനാ അച്ചായ തൊപ്പി വിട്ടിട്ട് ഇവന്റെ കൂട്ടത്തിൽ ഈ റാപ്പ് അല്ല കോപ്പാന്നൊക്കെ പറഞ്ഞിട്ട് പല കമന്റ്സ് ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മള് അവന്റെ കൂട്ടത്തിൽ സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ഒരു സാധനം എഴുതിയിട്ടുണ്ട്. അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉടനെ ഉണ്ടാവും. അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തേപ്പായിരുന്നു സംഭവം. പബ്ബിൽ കണ്ടവളെ കൂടെ കൂട്ടി ഞാൻ കെട്ടാൻ മോഹിച്ചു, അവൾ എന്നെ തേച്ചൊട്ടിച്ചു. അപ്പൊ ഈ സംഭവം പിടിച്ചിട്ട് അതായത് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ഓൺ റോഡ് യാത്രയിലാണ്, ബൈ റോഡ് യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് ഒരാളെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് തിരുവനന്തപുരം എത്തേണ്ട ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടാളും കൂടി കുത്തിയിരുന്ന് എഴുതിയ പാട്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ ആരെങ്കിലും തേച്ചൊട്ടിച്ചായിരുന്നു? ലൈഫിൽ കുറെ തേപ്പ് കിട്ടിയിട്ടുള്ള ആളാണ്. പിന്നെ തേപ്പിന് ഞാൻ ബെസ്റ്റാ. തേക്കപ്പെടാനോ അല്ലല്ല, തേക്കാനുള്ള മാനസികാവസ്ഥ നമുക്കില്ല കേട്ടോ. നമ്മുടെയൊക്കെ ഒരു ശരീരശാസ്ത്രം വെച്ചിട്ട് തേപ്പ് കിട്ടാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഒരിക്കലും സങ്കടം വരാൻ ചാൻസ് നമ്മൾ കൊടുത്തിട്ടില്ല. അവരുടെ ഉദ്ദേശം നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പല ഉദ്ദേശങ്ങളാണ്. ഇപ്പൊ വന്നവരുടെ ഉദ്ദേശം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കും. പിന്നെ അതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് മൂവ് ആയി കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ എന്ത് ഇതാണെന്നുള്ളത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും. എക്സ്പീരിയൻസ് അതാണ്. അച്ഛാ, ഇനി നമുക്ക് തൊപ്പി വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് തൊപ്പിയായിട്ട് ഈ ഒരു ബന്ധം ഉണ്ടായത്? എന്താ ഇനിയിപ്പോൾ ഞാൻ പറയേണ്ടത്? ഇപ്പം നമ്മളിപ്പം ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞിട്ട് അവളുമായിട്ട് പ്രേമത്തിലായി, പിന്നെ അവളുമായിട്ട് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അവനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവളെ വിളിച്ചിട്ട് ഇത് എങ്ങനെയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്ന പോലെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ. അത്രയും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇത് എങ്ങനെയാണ് തുടക്കം? എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച്? അതെ, തീർച്ചയായിട്ടും നമ്മുടെ ആ സിറ്റുവേഷനിൽ ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റ് ആയിരുന്നു. ഒരു വാഹന കച്ചവടം പോലെയാണ് സംഭവം നടന്നത്. ഒരു നാനോ കാറിന്റെ പരിപാടിയായിരുന്നല്ലോ. അപ്പൊ പുള്ളിക്കാരൻ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നു. നാനോ അങ്ങനെ പരിചയപ്പെട്ടു. നാനോ അച്ചായന്റെ കയ്യിന്നാണോ വാങ്ങിച്ചത്? അതിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നത്. അതെ അതെ അതെ. ഓക്കെ. അന്ന് തൊട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ തരക്കേടില്ലാണ്ട് പോയിക്കൊണ്ടിരുന്നു. ഈ തൊപ്പി അധികം ആൾക്കാരെ കൂടെ നിർത്താറില്ല. വളരെ റയറായിട്ടാണ് തൊപ്പിയുടെ കൂടെ ആളുകളെ കാണുന്നത്. അപ്പൊ അച്ചായനെ കൂടെ നിർത്താൻ എന്താണ് തൊപ്പിക്ക് തോന്നിയ ആ ഒരു ഛേദോ വികാരം എന്താണ്? ഒന്നാമത്തെ കാര്യം, ഞാൻ കള്ളുകുടിക്കാത്ത മനുഷ്യനായതുകൊണ്ട്. കള്ളുകുടിക്കില്ലേ? ഇല്ല, സിഗരറ്റ് മാത്രമേ ഉള്ളൂ. കള്ളുകുടിക്കില്ല. അപ്പം അവനത് ചിലപ്പം ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ 24 മണിക്കൂർ നമ്മൾ അവൈലബിൾ ആണ്. നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത 24 hours ഞാൻ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നത്തെ വേറെ ഒരു ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ അവനൊന്നും എക്സ്പെൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ ഇത്ര രൂപ ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ടാത്ത ഒരാള്, അങ്ങനത്തെ ഒരു ലെവല്. അവന് ഇഷ്ടപ്പെട്ട ഒരാള്, അവന്റെ എല്ലാ മൂഡ് സ്വിങ്സും അല്ലെങ്കിൽ അവന്റെ ഇഷ്ടങ്ങൾക്കും ഇഷ്ടക്കേടിനൊക്കെ അനുസരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള ലെവലില് കൂടെ നിർത്തി. അന്ന് അവന്റെ കൂട്ടത്തിൽ ഒരു പറ്റ ആൾക്കാരുണ്ട്, ഇന്നും ഉണ്ട്. അപ്പം ആ ആൾക്കാരിലൊക്കെ ഉള്ള ക്വാളിറ്റി ഏതാണ്ടൊക്കെ എനിക്ക് ഉണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ കൂടെ നിർത്തി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം സഹോദരങ്ങളില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അതായത് ഞാൻ ഒറ്റപുത്രനാണ് വീട്ടിൽ. അപ്പൊ അത് ഒരു ഓൺ ബ്രദറിനെക്കാളും കുറച്ച് കൂടുതൽ നമുക്ക് എന്തും പറയാനും എന്തും ഷെയർ ചെയ്യാനും ഏത് രീതിയിലും കൂട്ടത്തിൽ നിർത്താനും പറ്റുന്ന രീതിയിലുള്ള ഒരാള് അങ്ങനെ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇനിയിപ്പോ ഞങ്ങളുടെ ബന്ധത്തെ കുറിച്ച് എന്താണെന്ന് പറയാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാട്ടുകാർ കണ്ണു വയ്ക്കാതിരുന്നാ മതി. ഓക്കെ. ഇത് അച്ഛാ, ശരിക്കും ഇപ്പോ
എന്താണ് തൊപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്താണ് ശരിക്കും? തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ കാണുന്നവർക്കൊരു പൊട്ടനും പോഴനൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ കാണുന്നവർ അവനെ പല രീതിയിൽ ബുദ്ധിയില്ലാത്തവൻ അല്ലെങ്കിൽ എന്താ കാണിക്കണമെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരാളാണ്. പക്ഷേ ഈസ് എ ബ്രില്യൻ ആക്ടർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഡയറക്ടറിൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആക്ടറാണ്. സീരിയസ്ലി, ഇതെൻ്റെ ട്രൂ സ്റ്റേറ്റ്മെൻ്റാണ്. ഓക്കെ, അത് ഏത് ക്യാരക്ടർ കൊടുത്താലും സ്പോട്ടിൽ പുള്ളിക്കാരൻ നന്നായിട്ട് അഭിനയിക്കും. സിനിമയിൽ അവൻ അവസരങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൊളിച്ചെടുക്കും. അമ്മാതിരി സാധനമാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്നെ ആരും വിളിക്കാതിരിക്കരുത്, ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഞാനും അതിലേക്കാണ് ശരിക്കും എൻറ്റയർലി സിനിമ എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കഷ്ടപ്പാടൊക്കെ ചെയ്യണത്. ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ എന്തായാലും വന്നിരിക്കും. എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാൻ പറയണത് ഇതാണ്, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അച്ചായൻ എന്ന് പറയുന്ന സംഭവം ഭയങ്കര അഹങ്കാരിയാ, ഭയങ്കര മോടയാന്നൊക്കെ കരുതിയിരിക്കുന്ന ആൾക്കാരോട് കൃത്യമായിട്ട് പറയാം, എനിക്ക് ഈ പറഞ്ഞ ഡയറക്ടർമാരുടെ വീടൊന്നും അറിയാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ നോക്കി ഇതിട്ട് പറഞ്ഞു സാർ അടുത്ത പടത്തിൽ എന്നെ ചേർക്കണേന്ന്. ഓക്കെ, അച്ചായൻ ഇപ്പൊ ഈ തൊപ്പിയായിട്ട് ഇപ്പൊ അച്ചായൻ ചേർന്നതിന് ശേഷം കുറെ ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന കുറെ സ്കിറ്റുകൾ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. അതില് നമ്മൾ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അച്ഛാ ഞാൻ ആദ്യം പോസിറ്റീവ് തന്നെ പറയാം. നിങ്ങൾ ചെയ്യുന്ന പല ക്യാരക്ടറുകളും നമ്മളിങ്ങനെ ഓർത്ത് ചിരിച്ചേക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. പല സാധനങ്ങൾ, ആ പ്രതിമ പൊട്ടിക്കുന്നതും അങ്ങനെ ഇങ്ങനെയായിട്ട് അച്ചായൻ അഡ്വക്കേറ്റ് ആയിട്ടും അങ്ങനെ ഇങ്ങനെയായിട്ട് പല സാധനങ്ങളും നമ്മൾ ഭയങ്കരമായിട്ട് ഒന്ന് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ അതുവരെ പലരും തെറി വിളിച്ചിരുന്ന തൊപ്പീനെ പിന്നെ ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഒരു സൈഡിൽ ഇപ്പോഴും, കാരണം കുട്ടികൾ ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇത് കാണുന്നുണ്ട്. പക്ഷെ ഒരു സൈഡിൽ എപ്പോഴാണ് എന്താണ് വായിന്ന് വരുന്നതെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. നമ്മളിൽ എല്ലാവരിലും ഉള്ളൊരു സംഭവം, നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് മാത്രം ഉള്ളപ്പോൾ നമുക്ക് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലേ? അവിടെ ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് ആളില്ല. എല്ലാവരും ഒരേ കാറ്റഗറിയിൽ ഇരുന്നുകൊണ്ട് നമ്മളൊരു സഭയിൽ സംസാരിക്കുന്ന ആ ഒരു മൂഡിലാണ് പുള്ളിക്കാരൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു സ്റ്റൈൽ. 18 മുതൽ 23 വരെയുള്ള ഓഡിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. കാറ്റഗറി നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ഈ എന്താ പറയുക സാമൂഹിക പ്രതിബദ്ധത മറ്റു കാര്യങ്ങളൊന്നും നോക്കാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ എന്നാലും ഓഡിയൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇപ്പൊ എന്ത് ചെയ്താലും പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. തീർച്ചയായും. അപ്പം നമ്മൾ മാക്സിമം എന്റർടൈൻമെന്റ് ആക്കുക എന്ന് മാത്രമാണ് നോക്കണം. ഇപ്പം പലരും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, അച്ചായ നിങ്ങളൊക്കെ ഞങ്ങളുടെ സ്ട്രെസ് റിലീഫർ ആണെന്ന്. അപ്പൊ അത് ഏത് മാനറാണെന്ന് ഞാൻ ചോദിക്കാൻ പറ്റില്ല, പക്ഷെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എന്റെയൊക്കെ സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ട് നീ ആരാവനും ദൈവത്തിന് മാത്രം അറിയാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ അവിടെ കാണിക്കുന്നത് നമ്മുടെ ഉള്ളില് വേറെ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെ തീർച്ചയായിട്ടും. നമ്മളെ പ്രോഗ്രാം ഇപ്പൊ പറഞ്ഞില്ല, അഡ്വക്കേറ്റ് ആയിട്ട് തന്ന സാധനത്തിൽ നമ്മൾ സ്ക്രിപ്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അവനൊരു ഡയലോഗ് പറയുമ്പോ യെസ് ഹൗസ് ഓണർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അടിക്കുന്നത്. യുവർ ഓണർ എന്നാണ് പറയുന്നത്. അതൊക്കെ സ്പോട്ടിൽ ചെയ്യുന്ന സ്പോട്ടിൽ വരുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ കണ്ണിന്റെ മുമ്പിൽ പറ്റിയ സാധനം വെച്ചിട്ട് നമ്മൾ കയറി വരുന്ന കാര്യം പറഞ്ഞാൽ സീരിയസ്ലി അവിടെ ഒന്നുമില്ല. അത് സ്വിച്ച് ഓൺ ആക്കിയിട്ട് പോലില്ല സാധനം. അവിടെ ഞാൻ തന്നെ പറയുന്നത്, എടാ ഒരു കടലിന്റെ സൈഡിൽ കൂടി ഒരു പെണ്ണിങ്ങനെ നടന്ന് എൻ്റെ അടുക്കിലേക്ക് വരികയാണ്, നീ മിണ്ടല്ലേ, എൻ്റെ ക്ലോസ് അടുത്തടാ ഞാനിപ്പോൾ എന്താ ചെയ്യണേ എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് പതുക്കെ ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ കൈകൊണ്ടില്ല അച്ചായ എന്ന് പറഞ്ഞൊരു വിളി വിളിക്കും. അവിടെ കട്ട്. അപ്പൊ അത് ഓഡിയൻസിന് അത് കിട്ടി സാധനം, ഇയാളെന്താ കണ്ടതെന്നും ഇയാളിതെന്താ ചെയ്യാൻ പോയെന്നൊക്കെ. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആർട്ടിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേല് പറഞ്ഞു ഇനി പറ സാർ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ. ഓക്കെ, മെയിൻ വേറെ വിഷയമൊന്നുമല്ല. ഇപ്പൊ എന്താ വെച്ചാൽ കുറെ പേര് അഡിക്റ്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു സീരീസിൽ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അച്ഛന്റെ മൊബൈൽ മേടിച്ചിട്ടായിരിക്കും ചില കുട്ടികൾ ഇത് കാണുന്നത്. 10ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് എന്റെ റിലേറ്റീവ്സ് ഒക്കെ തൊപ്പി എന്ന് പറഞ്ഞാൽ മരിക്കുന്ന പിള്ളേരുണ്ട്. അവരൊന്നും നമുക്ക് ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം അവരൊക്കെ അത്ര അഡിക്റ്റ് ആണ്. തൊപ്പി പറയുന്ന പല അള്ളാന്റെ മുത്തേ ഇതൊക്കെയാണ് അവൻ നമ്മൾ കാണുമ്പോ പറയുന്നത്. മാമ എന്നുള്ള വിളിയൊക്കെ മാറ്റി അള്ളാന്റെ മുത്തേ എവിടെയെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എടാ തൊപ്പി ഫാൻ എന്തൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതിരുന്ന് കാണുമ്പോ അപ്പൊ അവരിത് കാണുകയല്ലേ, ഈ കേൾക്കുന്ന തെറി ഇവനും കേൾക്കുന്നു, ഇവന്റെ അനിയനും അനിയത്തിയും കേൾക്കുക,
കാരണം കുട്ടികളുടെ സർക്കിളിലേക്ക് ഇത് ഭയങ്കരമായിട്ട് ചെല്ലുകയാണ് തൊപ്പി എന്ന് പറഞ്ഞാൽ. ഇതൊരിക്കലും അത് തൊപ്പി ചെയ്യുന്ന ഒരു ഇപ്പൊ ഈ പറയുന്ന പോലെ താല്പര്യമില്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് മൊബൈൽ മേടിച്ച് വെച്ചാൽ മതി എന്നൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാ കുട്ടികളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് അപ്പൊ ചോദിക്കുന്നതല്ല ചായ, കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഏറ്റെടുക്കും. കുറച്ച് അതല്ല ഇത്തിരി കൂടി നല്ലത്. ശരിക്കും അത് തന്നെയാണ് നല്ലത്. പക്ഷെ നമ്മൾ 2 റെയിൽ പാളങ്ങളിട്ട് അതിലൂടെ ഓടുന്ന ട്രെയിൻ ആകാൻ ഒരിക്കലും അതിന് പറ്റില്ല. ഒരു എവിടെ തളച്ചിടുന്ന ഒരു അതൊരിക്കലും പറ്റില്ല. അതൊരു ആർട്ടിസ്റ്റ് എന്ന ലെവലിൽ തന്നെ പിടിച്ചോളൂ. ഇപ്പൊ നിങ്ങൾ ഈ മീറ്ററിൽ വേണം ചെയ്യാനായിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് ക്യാരക്ടറായിട്ട് പൊക്കോണ്ടിരിക്കും. ആ ക്യാരക്ടറെ ചിലപ്പോ ഇപ്പുള്ള ക്യാരക്ടറെ അല്ലാണ്ടായി പോകും. അതുകൊണ്ട് അവനങ്ങ് വെറുതെ വിടുക. ഇപ്പൊ എല്ലാരും പറയും ഇപ്പൊ അച്ചായൻ അവന്റെ കൂട്ടത്തിലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന്, അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് പറഞ്ഞു. ശരിക്കും ഒരിക്കലല്ല. ഒരാള് അയാളുടെ ലൈഫ് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അയാൾ അത്രയ്ക്ക് സന്തോഷവാനാണെങ്കിൽ അങ്ങനെ തന്നെ വിടുകയല്ല നല്ലത്. അതെ. അച്ചായൻ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും തൊപ്പി നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്നും? ഞങ്ങളുടെ അതായത് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത ഒന്നുമില്ല ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ നോർമൽ ടോക്കിൽ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതെ അതെ, പറഞ്ഞിട്ടില്ലാതെ ഒന്നുമില്ല, എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം തീരുമാനങ്ങളൊക്കെ പുള്ളിക്കാരൻ എടുക്കണേ, നമ്മൾ അതിന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കണമെന്നുള്ളൂ. എന്നെക്കാളും ഒത്തിരി ഏജ് താഴത്തുള്ള മനുഷ്യനാണ്. അതെ. പക്ഷെ എന്നാലും ഐ റെസ്പെക്ട് അവന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പോകും. ശരിക്കും തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആർക്കും അങ്ങനെ മര്യാദക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് തൊപ്പി എന്നുള്ളത് അടുത്തറിയുന്നവർ പറയും തൊപ്പി എന്താന്ന് അടുത്താലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയും. പലരും ദൂരെ നിന്ന് മാറി ചിന്തിക്കും ഇവരെന്താണ് ഇവനീ കാണിച്ചു വിടും. തൊപ്പിയുടെ ഫാമിലിയൊക്കെ എവിടെ? കണ്ണൂരാണ്. ഫാമിലിയൊക്കെ ആയിട്ട് പിന്നെ നല്ല രീതിയിൽ പോവാറുണ്ട്. 1-2 വട്ടം ഞാൻ പോയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് ഇനോഗ്രേഷൻസ് പോയിട്ടുണ്ട്. എവിടെയൊക്കെയോ വണ്ടി ആക്രമിക്കുന്ന രീതിയിൽ വരെ ആളുകള് കൊല്ലത്ത് എന്തോ ചെറിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അതെന്താണ് സംഭവങ്ങൾ, എന്താണ് അങ്ങനെ വരാൻ? ശരിക്കും പറഞ്ഞാല് അത് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കടയുടെ ഇനോഗ്രേഷന് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. സീരിയസ്ലി അതൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ഈ വണ്ടി ആക്രമിക്കാൻ പറ്റും ഒരു ചെക്കൻ അല്ലല്ല, വണ്ടി ആക്രമിക്കാൻ പറ്റുന്നത് അല്ല, അതല്ലാണ്ടുള്ളത്. ഒരു ചെക്കൻ വെല്ലുവിളിക്കുന്നു, നീ കൊല്ലത്ത് വരികയാണെങ്കിൽ നിന്നെ ശരിയായി മറ്റവനെ മറിച്ചോ ഇവൻ ലൈവില് വന്നു കഴിഞ്ഞാൽ നീ എന്നെ അടുക്കോടാ ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു സംഭവങ്ങളൊക്കെ പോകുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ പൊട്ടനായിട്ട് എടാ നമുക്ക് പോണോടാ, പോലീസിൽ കേസ് കൊടുക്കണോടാ, നമുക്ക് പ്രൊട്ടക്ഷൻ ചോദിക്കണോടാ എന്നിട്ട് ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല. എന്നോട് പോലും പറഞ്ഞിട്ടില്ല ദുഷ്ടൻ. കാര്യങ്ങൾ അങ്ങനെ സെറ്റാക്കിയിട്ട് രാവിലെ ഇവിടുന്ന് നാനോ കാറിൽ അങ്ങ് പോവുക, ചങ്ങടിപ്പ് ഇത് പോയി എന്താവുക ദൈവത്തിനറിയാം. വീട്ടിലെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അങ്ങ് പോയി കാര്യങ്ങളൊക്കെ കുറച്ചങ്ങ് കടും പിടുത്തമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രോഗ്രാം ചെന്ന സ്ഥലത്ത് ആൾക്കാരെ രക്ഷയില്ല. ഞങ്ങള് ഇനാഗുറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങൾ ഹോട്ടലിലേക്ക് പൊക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ വണ്ടിക്കകത്ത് കയറുമ്പോഴത്തേക്ക് വെല്ലുവിളിച്ച ചെറുക്കൻ്റെ ഏതോ ഒരു അനുഭാവി അവന് ഞങ്ങളെ അങ്ങ് പിടിച്ചില്ല. വണ്ടി അങ്ങ് മുന്നോട്ട് എടുത്തോണ്ട് പോയ വഴിക്ക് ഇയാളൊരു കുപ്പി എടുത്ത് വെറ്ററി. അവരും അറിയില്ല ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലേത്. സംഭവം കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഇതിനിടയ്ക്ക് ഇവൻ അവിടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എൻട്രി ആയിരുന്നു. വെല്ലുവിളിച്ചവനല്ലേ അറിയാം. വെല്ലുവിളിച്ചവനും ഇവനും നമ്മൾ കുഴപ്പമില്ലാത്ത ഒരു അണ്ടർ കണ്ടീഷനിലാണ് പോണെന്നുള്ളത് ആൾക്കാർക്ക് ആർക്കും അറിയില്ല. ഇവനവിടെ വന്ന് ഇവന്റെ മുഖം കണ്ടപ്പോഴത്തേക്ക് തൊപ്പി ഫാൻസിന് അങ്ങ് കുരുവെട്ടി എല്ലാം കൂടി എടുത്തിട്ട് ഇവനെ ശരിക്ക് പഞ്ഞി കെട്ടു. ഇതിന്റെ ദേഷ്യത്തിലാണ് മറ്റേ അങ്ങേര് പോയപ്പോഴത്തേക്ക് കുപ്പിയൊക്കെ എടുത്തെറിയാൻ തന്നെ പിടിക്കാൻ. ഞാൻ കംപ്ലൈന്റ് കൊടുത്തായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പിറ്റേ ദിവസം പോയിട്ട്. വണ്ടിക്ക് ഡാമേജ് ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ, കുഴപ്പമില്ല. എന്തായാലും അതൊരു വല്ലാത്തൊരു സംഭവമായിട്ട് മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. ഇനി അടുത്തത് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ടുപേരുടെ ഇടയിൽ മൂന്നാമതൊരു അവതാരം വന്നിട്ടുണ്ട്, മമ്മു ശരിക്കും എന്താണ് സംഭവം, എവിടെന്നാ വന്നേ? മമ്മു ഞങ്ങളുടെ കുഞ്ഞനിയൻ, അവൻ വന്നത് കണ്ണൂരിൽ നിന്നാണ്. വരുമ്പോ ആള് ശരിക്കും പറഞ്ഞ കുക്കായിട്ടാ വന്നത്. കുക്കായിട്ട് വന്നിട്ട് അവന്റെ കൂ പോലും ഇല്ല, അവന് കുക്കിന്റെ കൂ പോലും ഇല്ല. ഞങ്ങള് മാക്സിമം ട്രൈ ചെയ്തു അവനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിച്ച് കഴിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ തദൈവ ഇല്ല, പുറത്തുനിന്ന് മേടിച്ച് കഴിച്ച് അവനും കൂടി മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയായി. ഇപ്പൊ അവനൊരു കുക്കിന്ന് ഉള്ളൊരു പോസ്റ്റിൽ മാറിയിട്ട് ഒരു പെർഫോമറായി മാറി. പ്രൊമോഷൻ കിട്ടി. അവന് പ്രൊമോഷൻ കിട്ടി. അതിൽ നിർത്തിയിട്ട് കാര്യമില്ല. അതിൽ നിർത്തിയിട്ട് ആർക്കും കാര്യമില്ല. അവനും ഇല്ല കാര്യം, ഞങ്ങൾക്കും ഇല്ല കാര്യം. അപ്പൊ അതുകൊണ്ട് മമ്മു നമ്മുടെ കൂട്ടത്തിൽ നല്ലൊരു പെർഫോമറായിട്ട് നിൽക്കും, നല്ലൊരു പാട്ട് പാടും, നല്ല രീതിക്ക് ആക്ട് ചെയ്യും. പിന്നെ തൊപ്പിനെ മുഖത്തേക്ക് തെറി വിളിക്കും. അതൊക്കെ വലിയൊരു കാര്യമല്ലേ. അല്ല, ഇതിന്റെ ഇടയിൽ അലൻ ജോസ് പെരേരയും ടീമും വന്നിട്ട് അതിലൂടെ അതെന്തായിരുന്നു സംഭവം? അതായത്
ഈ രാജ്യസഭ കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെ കൊണ്ടുവരില്ലേ, അതുപോലെയുള്ള ചില. അന്ന് അവനോട് ഞാൻ അവന്റെ മുഖത്തേക്ക് ചോദിച്ചു, എടാ ഇത് തന്തയ്ക്ക് അവന്റെ ഒരു പ്രോഗ്രാമിന്റെ പേരുണ്ടായിരുന്നു, തലതെറിച്ചവനാണ്. തലതെറിച്ചവൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവന്റെ മുഖത്തേക്ക് ചോദിച്ചു, തന്തയില്ലാത്തവനാണോ അതോ തലതെറിച്ചവനാണോ? അവിടെ ഇരുന്നിട്ട് അത് പറഞ്ഞിട്ട് പോയി. ശരിക്കും അവര് നിങ്ങൾ പേ ചെയ്തിട്ട് വിളിച്ചതാണോ? ഞങ്ങള് പഴംപൊരിയും 20 രൂപയാണ് കൊടുക്കുന്നത്. കോമഡി നമ്പറാണ് ഇത്. ശരിക്കും പേ ചെയ്യുന്നുണ്ട്. ഈ എന്താ പറയാ, ഇത് എവിടെയും എത്തിയില്ല എന്നൊരു തോന്നലിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിഷമിച്ചിട്ടുണ്ട്. വിഷമം എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യതയാണ്. ഇപ്പം ഇതൊരു ഇന്റർവ്യൂവിൽ പറയേണ്ട കാര്യമല്ല, എങ്കിലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അച്ചായൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി സോജൻ വർഗീസ് ഏഞ്ചൽ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. അതെ, ഏറ്റവും കൂടുതൽ അച്ചായന് വേണ്ടിയിട്ടാണോ വിഷമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണോ? എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വിഷമിക്കേണ്ട അവസരങ്ങൾ വളരെ കുറവാണ്. ഞാൻ അതൊക്കെ സില്ലിയായിട്ട് കളയത്തേ ഉള്ളൂ. പക്ഷെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളതിനനുസരിച്ച് കൊടുക്കും. അതാണ് എൻ്റെ ഒരു പ്രകൃതം. ഇപ്പോ അമ്മയാണ് ഇപ്പൊ അച്ചായന്റെ കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും. അപ്പോ അമ്മ എന്താ പറയാ, അച്ചായനൊരു തണലായിട്ട് തന്നെ ആ ചെറുപ്പം ഇപ്പൊ അമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അച്ചായൻ ഇപ്പോഴും വഴികാട്ടിയായിട്ട് ഇപ്പോഴും പല കാര്യങ്ങളും തിരുത്തി പൊളിയാണ്. അമ്മ ഒരു റാപ്പ് പാടിനായിട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് ഈ റാപ്പ് കേട്ടത്. അമ്മേനെ കൂടി കൊണ്ടുവന്നേ. ചേടാ മിസ്സായി. എന്തായാലും അമ്മേ, ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. അമ്മ ഈ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? ഓ, അമ്മ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഉണ്ട്. നമ്മൾ പുറത്ത് വൈഫൈ ഉള്ള കാരണം എപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കും. അമ്മയുടെ സജഷൻ എന്താ വരാറ് മെയിൻ ആയിട്ട്? അമ്മയുടെ സജഷൻ ട്രൂ ആയിട്ട് പറയുകയാണെങ്കിൽ, എടാ നിന്റെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പൊ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, ഇതിന്റെ പീക്ക്, ഇത് ലാസ്റ്റാ. ഇനി അപ്പുറത്തേക്ക് നിനക്ക് ഇതൊന്നും ഇല്ല. അതുകൊണ്ട് നീ ഇതൊക്കെ ആസ്വദിച്ച് അങ്ങ് അനുഭവിക്കും. ഇതിന് ശേഷമുള്ളത് നിനക്ക് നല്ല ലൈഫാന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ അച്ഛാ, ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഇപ്പോൾ തൊപ്പിയായിട്ട് ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ പ്രോഗ്രാമുകൾ ഇതെല്ലാം ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം ഒരുപാട് കമന്റിൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് മെസ്സേജ് കൊടുക്കുന്നത്? ഓക്കെ, നമ്മളെല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നല്ല പറയുന്നത്, പക്ഷെ ഈ കുറച്ചൊക്കെ ഒരു മാറ്റം വരണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? നമ്മൾ ചെയ്യുന്നത് സ്വയം ഒന്ന് അച്ചായം തന്നെ ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? എന്താ നല്ല കാര്യമല്ലാത്ത എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരുപാട് കുട്ടികളല്ലേ നമുക്ക് ഈ പേജ് ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്ന പല വാക്കുകളും ചിലപ്പോൾ വേറെ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ, കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഇതൊരു മീഡിയയിൽ കൂടി ക്യാമറ വെച്ചിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നില്ലല്ലോ ചായ. ഇല്ല, റെഗുലർലി ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കുമല്ലോ. അതൊക്കെ ശരിയാണ്, തീർച്ചയായും. നമ്മൾ ദിവസവും ചിലപ്പോൾ പലരും പറയുന്ന കേൾക്കുന്ന വാക്കുകളൊക്കെ ആയിരിക്കും. അതുപോലെ ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കേട്ടാൽ നമ്മൾ വണ്ടി വിളിച്ച് വീട്ടിൽ പോകും, അമ്മമാരുള്ള വാക്കുകൾ അവർ പറയണേ. ഇത് ഇവനിരുന്ന് പറയുന്നു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ ഇവന്റെ ഭാഗത്തുനിന്നുള്ള തെറ്റ്. ന്യായീകരിക്കുകയല്ല ഞാൻ ശരിക്കും പറഞ്ഞാല്. എന്നാലും ആസ് ഇറ്റ് ഈസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളായിട്ട് തോണ്ടി എന്തിനാ നശിപ്പിക്കണേ? അവന്റെ ഒരു ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ അതിനകത്ത്. അവൻ മാത്രമല്ലല്ലോ അച്ഛനും കൂടി ഇല്ലേ? അച്ഛൻ ഇത്രയും ലോകം സഞ്ചരിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുള്ള ആളാണ്. നിങ്ങൾ എന്റെ പരിപാടികളിൽ നിങ്ങൾ എന്റെ പെർഫോമൻസിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ്, പലതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ചെയ്തേക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അതിൽ കൂടി കുറച്ച് നല്ല കാര്യങ്ങളും കൂടി, നല്ല കാര്യങ്ങൾ മീൻസ് നമ്മൾ പറയുന്ന ഒന്നും കൂടി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അങ്ങോട്ട് കണക്ട് ആവുന്ന രീതിയിലേക്ക് ആവില്ലേ? തീർച്ചയായിട്ടും ശ്രമിക്കാം. അവനോട് പറയാം, ഇനിയിപ്പോൾ അവന് പറ്റില്ലെങ്കിൽ ഞാൻ തുടങ്ങുന്ന സ്ട്രീമിൽ ഞാൻ ചെയ്യാം. സ്വന്തമായിട്ടൊരു സ്ട്രീം. എനിക്കൊരു ആഗ്രഹം, ഞാനിങ്ങനെ അവനോട് പല പ്രാവശ്യം പറഞ്ഞു, ഇങ്ങനെ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോഴത്തേക്ക് പറഞ്ഞു ഈ റൂം അങ്ങനെ അടുത്തുകൂടെ, ഇതിനകത്ത് അങ്ങനെ ചെയ്തുകൂടെ, എൻ്റെ PC എടുത്ത് വെക്കുന്നൊക്കെ പറഞ്ഞു. ഓക്കെ. പക്ഷെ എനിക്കതിന് ഒറ്റയ്ക്കൊരു സംഭവം തുടങ്ങാനായിട്ടുള്ള എന്തായാലും ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യുന്നതല്ലേ നല്ലത്. പിന്നെ ഒരു കാര്യം, വേറൊരു കാര്യം കൂടി, എല്ലാവരും ഇപ്പൊ ഈ പറയുന്ന ആരും പുണ്യാളന്മാരല്ല, ഒന്നുമല്ല. നമ്മൾ അടുത്തൊരു ജനറേഷന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ മതപരമായിട്ടാണെങ്കിലും എന്തായിക്കോട്ടെ, ഓരോ ആചാരങ്ങളുണ്ട്. ഓരോ മതത്തിനും ഓരോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ചില പ്രോഗ്രാമുകളിൽ പല കൾച്ചറും നമ്മുടെ കേരളീയരുടെ ആണെങ്കിലും മതപരമായിട്ടുള്ള പല കൾച്ചറും കൊണ്ടുവന്നിട്ട് അത് വൾഗറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനൊരു ഞാൻ പറയുന്നത് കാഴ്ചപ്പാടെന്ന് മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമുള്ളത് അത്രേ ഉള്ളൂ. അതിനകത്ത് എനിക്ക് പറയാനുള്ള കമന്റ് അതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് റിലീഫേഴ്സ് എന്ന് നമ്മളെ പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന മാനറിന്റെ അപ്പുറത്തേക്ക് കാണുന്ന കുറെ ആൾക്കാരും കൂടെ ഉണ്ട്, കോമാളികൾ എന്ന രീതിയിൽ. ഈ കോമാളിക്കൂട്ടങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താവും? അത് നിങ്ങൾ ആഘോഷിക്കുന്നേ, അത് ആഘോഷിക്കാനോ? ഈ
കൾച്ചറിനെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ ടോർച്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ പോയിന്റ് ചെയ്ത് പറയുന്നു എന്നൊന്നും അല്ല പറയുന്നത്. ജസ്റ്റ് അതൊരു മീഡിയമായിട്ട് എടുക്കുന്നത്. ഇപ്പം ഒരു വേഷം കെട്ടിയാൽ ആ മതത്തിനെ കാണിക്കുന്ന പോലെ ഫീൽ ചെയ്യരുത്, അല്ലെങ്കിൽ അതൊരു വ്യക്തി ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രസ്സിന്റെ ആവശ്യം വന്നതുകൊണ്ട് അത് ചെയ്തു എന്നുള്ളൂ. അല്ലാണ്ട് അത് ചെയ്തിരുന്ന ആ രാജാവ് അല്ലെങ്കിൽ അത് ചെയ്തിരുന്ന മനുഷ്യൻ അല്ലെങ്കിൽ അത് ചെയ്തിരുന്ന വ്യക്തി അങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ ആക്കുകയല്ലോ. അതെ, തീർച്ചയായും. അതിനെ ആ ഒരു രീതി കണ്ടാൽ മതി എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളത് കൊടുക്കുന്ന ഒരു പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലേ അത്? ഇങ്ങനെയും കാണിക്കാം. ഇവന്റെ ഒരു മെസ്സേജ് കൊണ്ട് തീർന്നു പോണ പിള്ളേരാണോ ഇപ്പോൾ ഉള്ളത്? നിങ്ങൾ ഒരുപാട് പേരല്ലേ കുട്ടികൾ, എന്തോരം കുട്ടികളെ ഫോളോ ചെയ്യുന്നത്. ഫോളോ ചെയ്തോട്ടെ, പക്ഷെ ഒരാളുടെ മെസ്സേജ് ഞാൻ ചോദിക്കട്ടെ അച്ഛാ, നമ്മുടെ വീട്ടില് ഒരു കുട്ടീനെ നമ്മൾ ഇരുത്തിയിട്ട് അത് കാണിപ്പിക്കും, ഈ പറയുന്ന തെറികളും എല്ലാ കാര്യവും നമ്മൾ കാണിപ്പിക്കും? നമ്മൾ കാണിപ്പിക്കേണ്ട കാര്യമില്ല, അവർ കണ്ടോളും. ഒരു ടൈം കഴിഞ്ഞ് അവർ തന്നെ ഇരുന്ന് കാണുന്നൊരു പക്ഷെ നമ്മളത് ഇഷ്ടപ്പെടുന്നുണ്ടോ? സമൂഹത്തിലെ ആൾക്കാരുടെ വ്യത്യസ്തത എന്ന് പറഞ്ഞ സാധനങ്ങൾ കുറച്ചും കൂടി ക്ലോസ് ടു ഹാർട്ടായിട്ട് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. ഇപ്പൊ നല്ലവരും ഉണ്ട് മോശക്കാരും ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ അതിന്റെ ഇടയ്ക്കുള്ള ഇതുപോലുള്ള ആൾക്കാരും ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റുന്ന ഒരു മീഡിയ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എടുത്തു പറയാൻ പറ്റുന്നത്. അത് കുറച്ച് ക്ലോസ് ആയി വരാനുള്ള നമ്മുടെ കയ്യിലുള്ള ടെക്നിക്കൽ സൈഡ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മുടെ കയ്യിൽ എത്തുന്നത്. അത് കണ്ടുപോകും അവർ. എത്ര നമ്മൾ കാണരുതെന്ന് പറഞ്ഞാലും ഇൻഫ്ലുവൻസ്. ഞാൻ ചോദിക്കുന്നതല്ല, അത് കാണുന്നത് നമുക്ക് ഇഷ്ടമാണോ? അച്ചായന് ഇഷ്ടമാണോ? ഇഷ്ടപ്പെടുവോ? അതൊരു ഫണ്ണി എലമെന്റ് ആയിട്ട് കണ്ടാൽ മതി, നിങ്ങൾ അതിനെ സീരിയസ് ആക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഇതേപോലെ ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. അച്ചായനെ ഇഷ്ടപ്പെടുവോ? അച്ചായന്റെ നേരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഇഷ്ടപ്പെടുവോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പൊ നമുക്ക് ഇത് നല്ല, അപ്പം ഞാൻ കൊടുക്കുന്ന മെസ്സേജ് തെറ്റാണെന്നുള്ളൊരു ധാരണ നമുക്ക് തന്നെ ഇല്ലേ? തെറ്റായ മെസ്സേജ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ ഇഷ്ടമാണ് ചോദിച്ചത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ ഞാൻ ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ മാറ്ററാണ്. അത് ഇഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ടാവും, അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ടാവും. എത്രയോ പേരാണ് മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തൊപ്പിട്ട് ലൈവ് എപ്പോഴാ തുടങ്ങണേ, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ അച്ചായ, നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ചിരിച്ചുകൊണ്ട് കണ്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഈ ഒരു എലമെന്റും കൂടി അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ആളുകൾ ഏറ്റെടുക്കും, ആളുകൾ ഇഷ്ടപ്പെടും. അതിപ്പോൾ എലമെന്റ് മാറ്റണമെന്നുള്ള കാര്യം നമ്മളിപ്പം സിൻഡിക്കേറ്റിൽ ഇരുന്ന് സംസാരിച്ച് സെറ്റിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതെ, അപ്പൊ അങ്ങനെ ഒരു തീരുമാനം മനസ്സിലുണ്ട്. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഞാൻ കൊടുക്കുന്നത്, ഞാൻ വഴി പോകുന്നത് ഇങ്ങനെയാണെന്നൊരു ധാരണ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അച്ചായനും ഉണ്ട് ആ ധാരണ. അപ്പൊ അത് എപ്പോഴെങ്കിലും യാദൃശ്ചികമായിട്ട് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് മാറ്റി കുറെ മാറിയില്ലേ? ഒരുപാട് മാറി. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ മാറ്റങ്ങൾ വന്നു. ആളിന് മാറ്റം വന്നു, വളരെ പ്രോഗ്രാംസിനൊക്കെ മാറ്റം വന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം പുള്ളിക്കാരന് ഉണ്ടാവും. അത് ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തായാലും അത് നല്ലത് കഴിക്കുള്ളൂ, ഒരിക്കലും മോശമാവില്ല. നിങ്ങൾക്ക് ഇൻഷാ അല്ലാ എല്ലാം മാറ്റും. വേറൊരു കാര്യം, അച്ചായന്റെ ജീവിതത്തിൽ അച്ചായൻ ഇപ്പോൾ നല്ല രീതിയിലായിരുന്നു ഒരു സമയത്ത്. അച്ചായന് തന്നെ അറിയാം, ഞാൻ ജോലി ചെയ്ത് എല്ലാവരും എൻ്റെ കൂട്ടുകാരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പോലീസിലാണ്, അത്യാവശ്യം നല്ല കേന്ദ്ര ഗവൺമെന്റിൽ തന്നെ ജോലി ചെയ്യുന്നു, ഫാമിലി എല്ലാവരുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് അത് ഉപേക്ഷിക്കുന്നു. അത് നമ്മുടെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറാൻ കൊണ്ട്, നമ്മുടെ ആഗ്രഹം കൊണ്ട് ഉപേക്ഷിക്കുന്നു. കടുത്ത തീരുമാനം അത് കടുത്ത തീരുമാനമാണെന്ന് തന്നെ ശരിക്കും. അതിനെക്കുറിച്ച് ഓർത്ത് പിന്നെ അച്ചായൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. വിഷമം എന്ന് പറയാനായിട്ട് പലപ്പോഴും ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ എന്നോർത്ത് പല പ്രാവശ്യം സങ്കടപ്പെട്ടിട്ടുണ്ട്. സത്യമുള്ള കാര്യമാണ്. എന്താ പറയുക, ഒരു സർട്ടൺ പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ 1-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി ശമ്പളം ബാങ്കിൽ ക്രെഡിറ്റ് ആവും. 9th പേ കമ്മീഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെവി സാലറിയാണ്. അപ്പോൾ ആ സാലറി കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അതൊക്കെ നിന്ന് പോയി കഴിഞ്ഞിട്ടുള്ള സ്ട്രഗിളിങ് എന്ന് ഭയങ്കര പണമാണല്ലോ എല്ലാത്തിൻ്റെയും മെയിനായിട്ടുള്ള സംഭവം. വിത്തൗട്ട് മണി ഒരു കാര്യം. അച്ഛൻ എപ്പോഴാണ്? ഒരു 10-12 വർഷമായി മരിച്ചിട്ട്. പുള്ളിക്കാരൻ KSRTC-യിലായിരുന്നു. ഈ ജോലി വിടുമ്പോൾ അച്ഛൻ്റെ അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നിരാശനായിരുന്നു. കാര്യം നീ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കരുതെന്നാണ് പുള്ളി പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ അച്ഛൻ നമ്മുടെ അടുത്ത് പോകുമ്പോൾ എന്നിട്ട് വിജയിച്ച് കാണിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ചായ. ശരിക്കും അത് ഭയങ്കര, എനിക്കിപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ടെൻഷനായിട്ട് ഞാനിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് ഇപ്പോൾ 83 വയസ്സ് പ്രായമായി കഴിഞ്ഞിരിക്കും. ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഈ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കണ ആ ഒരു കൂട്ടത്തോടെ ഇരിക്കുന്ന സമയത്ത്, അതായത് നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എടാ എന്നാ ഇനിയിപ്പോൾ നീ ഒരു ചാനലിൽ സീരിയലിലെങ്കിലും വന്ന് കാണാനായിട്ട് ആഗ്രഹം. അങ്ങനെ ഞാൻ പോയി ഒരു സീരിയലിൽ അഭിനയിച്ചു, നമ്മുടെ സുഹൃത്തിൻ്റെ.
അത് വന്ന് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ടാ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നീ വലിയ സ്ക്രീനിൽ എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടായിരിക്കണേ. അപ്പം ഭയങ്കരമായിട്ട് അമ്മയ്ക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഞാൻ അപ്പനെ മുന്നിൽ ഞാനിത് കളഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ആകാൻ പറ്റിയെന്ന് കാണിക്കാൻ പറ്റിയില്ല. അതെൻ്റെ ഒരു വലിയൊരു മൈനസായിട്ട് കിടക്കുക. അറ്റ് ദ സെയിം ടൈം ഇപ്പം അമ്മച്ചി ജീവനോടെ ഇരിക്കുന്ന സമയത്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്ത് കാണിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിലായിരിക്കണം. ആരെങ്കിലുമൊക്കെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നാലേ എന്നെക്കൊണ്ടത് പറ്റും, അല്ലെങ്കിൽ എന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ തന്നവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. തന്നിരുന്ന ക്യാരക്ടറൊക്കെ നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തന്നതൊക്കെ അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആരൊക്കെ വിളിച്ച് എന്തൊക്കെ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാലും പേയ്മെന്റ് ഇല്ല. ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്. അപ്പം പേയ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് വഴക്കുണ്ടാക്കി പേയ്മെന്റ് വേണമെന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവരുടെയൊക്കെ ചിന്തയിൽ അച്ചായൻ എന്ന് പറയുന്ന ആള് ഭയങ്കര പൈസക്കാരനാണെന്നുള്ളൊരു തോട്ട്. അങ്ങനെ പൈസക്കാരനാണോ? സീരിയസ്ലി അല്ല, പൈസക്കാരനൊന്നും അല്ല, സാധാരണക്കാരനാണ്. അച്ചായ, ഞങ്ങളുടെ അമ്മ ഇപ്പൊ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൂടെ തന്നെയുണ്ട്. അമ്മ പാട്ട് പാടുന്ന വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മ, സത്യം പറഞ്ഞാൽ അമ്മയുടെ മനസ്സിൽ അമ്മ ഹാപ്പി ആയിരിക്കും ഇപ്പോൾ? ഹാപ്പി ആണോ? അല്ലെങ്കിൽ അച്ചായൻ്റെ മുമ്പിൽ അഭിനയിക്കുന്നുണ്ടോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അമ്മ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുക. അച്ചായനറിയോ? അതിനെ നോർമലായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അമ്മയുടെ രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, പുള്ളിക്കാരത്തിയായി എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് വിഷമാവണ്ട, ഞാൻ വല്ല കടുകയും ചെയ്തു എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, എന്തായാലും എല്ലാം അമ്മയ്ക്ക് സന്തോഷമാവുന്ന രീതിയിൽ അമ്മ ശരിക്കും മനസ്സറിഞ്ഞ് സന്തോഷിക്കും. ഞാനൊരു കാര്യം പറയാം, ഇപ്പം എൻ്റെ അറിവ് വെച്ച കാലം തൊട്ട് അമ്മ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ എല്ലാവർക്കും എല്ലാം ശരിയായി സെറ്റാകുന്ന ഒരു ആ രീതിയാണ് ഇപ്പം നമ്മുടെയൊക്കെ ജീവിതകാലത്ത് നമ്മൾ കണ്ടേക്കണത്. പ്രാർത്ഥിച്ച് നേടുന്ന നേട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഭയങ്കര വിശ്വാസം. ഞാനും ദൈവവിശ്വാസിയാണ്. ഞാൻ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്ന മനുഷ്യനാണ്. ഏത് അമ്പലത്തിലും പോവും, ഏത് പള്ളിയിലും പോവും. ഞാൻ എന്താ പറയുക, പ്രപഞ്ചശക്തി എന്ന് പറയുന്ന ആളെ വിശ്വസിക്കുന്നതാണ്. അപ്പം മതപരമായിട്ട് നോക്കണമെങ്കിൽ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൃത്യമായിട്ട് ഞായറാഴ്ച പള്ളിയിൽ വന്നില്ലെന്ന് പറയാം, അല്ലെങ്കിൽ ഇവൻ എന്തിനാ അമ്പലത്തിൽ വരണമെന്ന് ചോദിക്കാം. പക്ഷെ ഞാൻ കൃത്യമായിട്ടും എല്ലാ തിങ്കളാഴ്ച ശിവൻ്റെ അടുക്കലും പോകും, എല്ലാ ഞായറാഴ്ച പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോകും. നല്ല തികഞ്ഞ ദൈവവിശ്വാസിയാണ്. എവിടുന്നാ എന്താ കിട്ടണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കാരണം എല്ലാ വഴിയും നമ്മൾ മുട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്കൊരു ദിവസം ഉണ്ട് കേട്ടോ, ഒരു നാളുണ്ട്. എന്തായാലും നമ്മളെല്ലാവരും കാണുന്ന ഒരു അച്ചായനുണ്ട് സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ കാണുന്ന അച്ചായൻ. പലർക്കും പല രീതിയിലുള്ള, ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ അച്ചായൻ ആരാണ് എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ ഇതുവരെ ഞാനടക്കം വിചാരിച്ചിരുന്ന ഒരു അച്ചായനല്ല നിങ്ങളിപ്പോ ഇവിടെ വരുമ്പോൾ നിങ്ങളോട് അടുത്തറിയുമ്പോഴാണ് ഇതൊരു പാവം മനുഷ്യനാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും നിങ്ങൾക്ക് റീലും റിയലും തമ്മിലുള്ള വ്യത്യാസമാണത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊരു ക്യാരക്ടർ, അച്ചായൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനുള്ളിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ ആ ക്യാരക്ടർ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുതാന്ന് നമുക്കൊരു ഇതുണ്ട്. ആ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നിട്ട് അച്ചായൻ അർമാദിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് പലരും കമൻറ്റുകൾ ചെയ്യാറുണ്ട്. അച്ചായൻ കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്, പി, അങ്ങനെ പല പല കമൻസ് ഒക്കെ വരാം. ഞാനതൊക്കെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രഗ്ലിംഗ് ആണ്, എൻ്റെ ജീവിക്കാൻ വേണ്ടി ചെയ്യണ കാര്യങ്ങളാ. അതെ, പോട്ടെ. അച്ഛാ, ഈ മാല അടിപൊളിയായിട്ടുണ്ടല്ലോ. തൊപ്പിയുടെ കഴുത്തിൽ ഇങ്ങനത്തെ ഒരു മാല ഉണ്ടായിരുന്നല്ലോ. ഇത് നിങ്ങൾ എന്താ ചോദിക്കാത്തത് വിചാരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെയും അവൻ്റെയും ബോണ്ടാണ് ശരിക്കും. അതായത് അവൻ എനിക്ക് തന്ന ഗിഫ്റ്റാണ്, ഫസ്റ്റ് ഗിഫ്റ്റ്. എൻ്റെ മരണം നടക്കുന്ന സമയത്ത് ഇതെൻ്റെ കഴുത്തിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്നെ അടക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ സാധനം എൻ്റെ കഴുത്തിലുണ്ടായിരിക്കണം, ഇതൊരിക്കലും ഊരരുതെന്ന്. അതായത് അത്രയ്ക്കും ക്ലോസ് ടു ഹാർട്ടാണ് ഈ സാധനം. ഇത് അവൻ ആണ് ആദ്യമായിട്ട് എനിക്ക് തന്നത്. ഇത് തന്നു കഴിഞ്ഞിട്ട് വെളിയിൽ വെച്ച് എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇതില്ലാതെ അച്ചായനില്ല എന്നുള്ളത്. ഇതിനൊരു ഡെഫിനിഷൻ ഇല്ല മാൻ. ദിസ് ഈസ് ദ ലവ്. അത്ര ഇഷ്ടമാണ് തൊപ്പീനെ? തീർച്ചയായിട്ടും ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ അച്ചായന്റെ ലൈഫില്, കാരണം ഈ അച്ചായൻ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ വരെ എത്തിയെന്നുള്ളതിന്റെ ഒരു കഥ നമ്മൾ ഇത്ര നേരം കേട്ടെ. ഓക്കെ, എന്തായാലും അച്ചായ, എന്തായാലും നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ചേക്ക്. അച്ചായന് ഞങ്ങളൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? ഒരു സർപ്രൈസ് കൂടെ എടുത്ത് ഞങ്ങൾ ഒരാളവിടെ കൊടുത്തിട്ടുണ്ട് അച്ചായനെ കാണിക്കാൻ വേണ്ടി. ആരാന്ന് എനിക്ക് മനസ്സിലായി. ആരാ? തൊപ്പിയൊന്നല്ല. പിന്നെ തൊപ്പി ഞങ്ങൾ ട്രൈ ചെയ്തു, പക്ഷെ തൊപ്പി അതിനെക്കാട്ടിയും വലിയൊരു സംഭവം ഞങ്ങളോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മമ്മ ആയിരിക്കും. മമ്മ ഒന്നല്ല, അങ്ങോട്ട് നോക്കി.